ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ എല്ലാം തന്നെ പോസിബിളാണ്. അതായത് നമ്മുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ അതിന് കാരണം നിങ്ങൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട്സൊക്കെയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ബോഡിയും ലൈഫും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ പലതും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആണ്. ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വൺ സൈഡ് ലവേഴ്സ്, ബ്രേക്കപ്പ് ലവിലായിരിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെയുള്ള ഒരു പവർഫുൾ സ്വിച്ച് വേർഡാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്വിച്ച് വേർഡ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 3 ദിവസമാണ് ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതുമാണ്. സ്വിച്ച് വേർഡ് എന്താണെന്നുള്ളത് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാം. ഇംഗ്ലീഷിലുള്ള മന്ത്രാസാണ് സ്വിച്ച് വേർഡ്. മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള മന്ത്രാസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇംഗ്ലീഷിൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് നമ്മൾ സ്വിച്ച് വേർഡ് പറഞ്ഞുകൊണ്ടിരുന്നാലും അത് എഴുതിയാലും അതിൻ്റേതായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേർഡ് ഇംഗ്ലീഷിൽ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന സ്വിച്ച് വേർഡ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ആ ടൈമിൽ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് പറയാവുന്നതാണ്. ഈ ഒരു സ്വിച്ച് വേർഡ് പറയാനായിട്ട് 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മതിയാകും. പിന്നെ സ്വിച്ച് വേർഡ് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും അതേപോലെ ഓക്കെ ആയിരിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും കോൾ ലഭിച്ചു. ആ കോൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് സ്വിച്ച് വേർഡ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ വീനസ്, ഐ എം ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്വീറ്റ് കോൾ ഫ്രം എക്സ്. ഈ സ്വിച്ച് വേർഡിൻ്റെ അവസാനം എക്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് ആഡ് ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സ്വിച്ച് വേർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടോ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം. അത് ചെയ്യുക, ബാക്കി പ്രപഞ്ചം നോക്കിക്കോളും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും വിടാതെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതാണ്.